അടുത്ത സംഭവം പറയുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് ജാവാസ്ക്രിപ്റ്റിലെ മാപ്പ് എന്നുള്ളൊരു ഫംഗ്ഷനെ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അറേ ഉണ്ടെന്ന് വിചാരിച്ചു. ജാവാസ്ക്രിപ്റ്റിൽ അറേ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഒന്ന് കൂടുതൽ സാധനങ്ങളെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംഭവമാണ് അറേ. ഫോർ എക്സാമ്പിൾ എനിക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 5 നമ്പേഴ്സ് ഉണ്ട് ഇത്രയുള്ളൂ. എൻ്റെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ ഞാൻ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് അതൊരു നമ്പറിനെ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ n സ്ക്വയർ ഓഫ് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 സ്ക്വയർ 9 വരുന്നുണ്ട്. ഈ ഫംഗ്ഷൻ എഴുതുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞു ആരോ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ആരോ ഫംഗ്ഷൻ വെച്ചാൽ എന്താ, കോൺസ്റ്റ് പറയാം, ഫംഗ്ഷന്റെ പേര് പറയാം, ഈക്വൽ ടു പറയാം, എന്നിട്ട് ഫംഗ്ഷന്റെ ബോർഡ് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യാം, ഒരു ആരോ കൊടുക്കും, ഫാറ്റ് ആരോ എന്ന് വിളിക്കാം. ഫാറ്റ് ആരോ എങ്ങനെ വെച്ചാൽ ഒരു ഈക്വൽ ടു ഒരു ഗ്രേറ്റ് ദാൻ സിമ്പിളും കൊടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് ആരോ ആയി. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ട് സെയിം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലൈന് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ റിട്ടേണിൻ്റെ ആവശ്യമില്ല, കർലി ബ്രേസിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരെ പറയാൻ പറ്റും. ഔട്ട്പുട്ട് സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചു, ഒരു ഫംഗ്ഷൻ എന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്പേഴ്സിലുള്ള എല്ലാ നമ്പറിന്റെ സ്ക്വയറും കണ്ടുപിടിക്കണം. ഈ നമ്പേഴ്സ് എന്നുള്ള ലിസ്റ്റിൽ നമുക്ക് പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, കോൺസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ നമ്പേഴ്സിൽ എല്ലാ നമ്പറും എടുത്തിട്ട് എല്ലാ നമ്പറിനെയും ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒന്നിനെ കിട്ടിയാൽ ഒന്നിനെ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തെന്ന് സംഭവിക്കുക, ഈ എന്നിന്റെ വാല്യൂ 1 എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് കിട്ടുക, 1 തന്നെ കിട്ടും. 2 ആണെങ്കിലോ 2 4 കിട്ടും. 3 ആണെങ്കിലോ 9 കിട്ടും. 4 ആണെങ്കിലോ 16 കിട്ടും. 5 ആണെങ്കിലോ 25 കിട്ടും. ബേസിക്കലി നമുക്ക് ഈ ലിസ്റ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഈ ഫംഗ്ഷൻ അങ്ങോട്ട് അപ്ലൈ ആക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അറേന്റെ പേര് പറയാം, നമ്പേഴ്സ് ഡോട്ട് മാപ്പ് പറയും. നമ്മൾ അറേന്റെ പേര് പറയുന്നു, ഡോട്ട് പറയുന്നു, മാപ്പ് പറയുന്നു. ആ മാപ്പിന്റെ ഉള്ളിൽ നമ്മൾ ഫംഗ്ഷന്റെ പേര് പറയും. എന്നിട്ട് എന്താണ്, സ്ക്വയേഴ്സ് ഒന്ന് ഞാൻ കൺസോൾ ലോഗ് ചെയ്ത് നോക്കാണേ. ഇപ്പോൾ കണ്ടോ, നമുക്ക് എന്ത് കിട്ടി, ഈ നമ്പേഴ്സ് എന്നുള്ള അറേനെ നമ്മൾ എടുത്തിട്ട് അറേയിലുള്ള ഓരോ എലമെന്റിനും നമ്മൾ ഈ ഡോട്ട് മാപ്പ് സ്ക്വയർ ഒരു ഫംഗ്ഷന്റെ പേര് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ, ഓരോ എലമെന്റിനും ഈ ഫംഗ്ഷൻ അങ്ങോട്ട് അപ്ലൈ ആക്കി. അപ്പോൾ എന്താ സംഭവിച്ചേ, ഒന്നുള്ളത് ഒന്നിന് സ്ക്വയർ 1 തന്നെ, രണ്ടുള്ളത് 2 × 2 4. അപ്പം ബേസിക്കലി നമുക്ക് എനിക്ക് ക്യൂബ് ആക്കണമെങ്കിലോ ഞാൻ ഒരു എന്നും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂബായിട്ട് വർക്ക് ചെയ്യും, ക്യൂബ് കിട്ടും. കണ്ടോ, ബേസിക്കലി ഈ ഡോട്ട് മാപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു അറേനകത്തുള്ള എല്ലാ എലമെന്റും ഈ മാപ്പിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ പറഞ്ഞ് ആ ഫംഗ്ഷനിൽ വർക്ക് ചെയ്യിപ്പിക്കും. ആ ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒന്നിന്റെ സ്ഥാനത്ത് 1 × 1 × 1 എന്നായിരിക്കും, 2ന്റെ സ്ഥാനത്ത് 2 × 2 × 2 എന്നായിരിക്കും, 3ന്റെ സ്ഥാനത്ത് 3 × 3 × 3 ഇങ്ങനെയായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നമ്പർ മാനിപ്പുലേഷൻ തന്നെ വേണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ് ഫോർമാറ്റഡ് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്, ജസ്റ്റ് സ്ട്രിങ് കൊടുക്കാം. ഇനി ഞാൻ എന്നിട്ട് റണ്ണി നോക്കാം. തേങ്ങ 1 തേങ്ങ 2 തേങ്ങ 3 തേങ്ങ 4. ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ നമ്പറിനെ എടുത്തു, എന്നിട്ട് ഈ ഫംഗ്ഷൻ എന്താണോ ഔട്ട്പുട്ട് തരുന്നത് അത് ഈ പുതിയ ഉണ്ടാക്കുന്ന അറേനകത്ത് എലമെന്റ് ആയിട്ട് വരും. അത്രേ വ്യത്യാസമുള്ളൂ. ബേസിക്കലി എന്താ, ഒന്നിനെ കിട്ടും, ഒന്നിന് ഇതിൽ കൊടുത്ത ഔട്ട്പുട്ട് എന്താ, തേങ്ങ 1. അപ്പോൾ ഇവിടെ ഒന്നിന് സ്ഥാനത്ത് ഈ സ്ക്വയേഴ്സിൽ കണ്ടോ തേങ്ങ 1 എന്നായിരിക്കും. 2ന് കിട്ടും, 2ന് ഈ ഫംഗ്ഷനുള്ളിലേക്ക് കൊടുത്താൽ തേങ്ങ 2 എന്നിട്ട്. അപ്പോൾ 2ന്റെ സ്ഥാനത്ത് ഈ ഒരു അറേനകത്ത് 2ന്റെ സ്ഥാനത്ത് തേങ്ങ 2 എന്നാവും. അപ്പൊ നമുക്ക് ആ ഒരു സംഭവം മനസ്സിലാവുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഫംഗ്ഷൻ ഇങ്ങനെ സെപ്പറേറ്റ് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ എടുത്ത് ഇവിടെ കൊടുത്താലും മതി, നേരെ കൊടുത്താൽ മതി. നമ്മൾ കഷ്ടപ്പെട്ട് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി നമ്മൾ ഇങ്ങനെയാണ് മാപ്പിംഗ് എന്നുള്ള കൺസെപ്റ്റ്, ഇത് മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പൊ ഈ മാപ്പിങ്ങിന്റെ ശരിക്കുള്ള യൂസ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ട്. അതിനകത്ത് ഓരോ ബ്ലോഗും ഒരു ഒബ്ജക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടൈറ്റിലും ഉണ്ട്, അതിന്റെ കണ്ടന്റും ഉണ്ട്. ഇങ്ങനെ ഒരു 5 ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ ഒരു കമ്പണന്റ് ആയിട്ട് ഉണ്ടാക്കി. ഞാൻ തൽക്കാലത്തേക്ക് ഇതിനകത്ത് തന്നെ ഒരു കമ്പണന്റ് ഉണ്ടാക്കുകയാണ്, ബ്ലോഗ് എന്ന് ഫംഗ്ഷൻ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പണന്റ് ഉണ്ടാക്കുകയാണ്. ബ്ലോഗിന് എന്തൊക്കെ കാര്യങ്ങളുള്ള ടൈറ്റിലും കാണുന്നത്. അപ്പോൾ ഇത് ഇൻപുട്ട് ആയിട്ട് ടൈറ്റിൽ നെയിം കണ്ടന്റ് നെയിം പ്രോപ്സ് ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് റിട്ടേൺ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യണം, ഒരു ഡിവിനകത്താക്കിയിട്ട് H1 ടൈറ്റിലും പിന്നെ ഒരു പാരഗ്രാഫിനകത്തായിട്ട് കണ്ടന്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു ബ്ലോഗ്സിന് എല്ലാത്തിനും എടുത്തിട്ട് നമുക്ക് ഇവിടെ കാണിക്കണം ഈ ഒരു കമ്പണന്റ് വെച്ചിട്ട്. നമ്മൾ ഇപ്പോൾ പഠിച്ച മാപ്പ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, എന്നിട്ട് ഇവിടെ ഒരു വരയും കൊടുക്കണം, HR ഹൗസ്. നമുക്ക് എന്താ ചെയ്യണം വെച്ചാൽ ഈ ബ്ലോഗ്സിലുള്ള ഓരോ ബ്ലോഗിനെ നമുക്ക് എന്താക്കി മാറ്റണം, ഈ ഒരു ബ്ലോഗ് എന്നുള്ള കമ്പണന്റ് ആക്കി മാറ്റണം. നമുക്ക് അതിന് എന്ത് ചെയ്യാം, മാപ്പ് ഉപയോഗിക്കാം. നമ്മൾ ഈ ഒരു HTML-നകത്ത് ജാവാസ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ നമ്മൾ കർലി ബ്രേസ് ഇട്ട് കൊടുക്കും. നമുക്ക് അറേന്റെ പേര് ബ്ലോഗ്സ് എന്നാണ് പേര്. അപ്പോൾ ബ്ലോഗ്സ് എന്ന് പറയാം. ഒരു ഡോട്ട് മാപ്പ് കൊടുക്കാം. എന്നിട്ട് ഓരോ ബ്ലോഗിനെ, അപ്പോൾ ഇതിൽ ഓരോ സാധനം ഓരോ ബ്ലോഗാണല്ലോ, അപ്പോൾ ഈ ഓരോ ബ്ലോഗിനെ ഞാൻ ബ്ലോഗ് എന്ന് തന്നെ പേര് കൊടുക്കുകയാണ്. ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് തരണം, നമുക്ക് ഈ ബ്ലോഗ് എന്നുള്ള കമ്പണന്റ് തരുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. ഇപ്പോൾ ബ്ലോഗ് എന്നുള്ള കമ്പണന്റ് ബ്ലോഗ്. എന്നിട്ട് ഇതിലേക്ക് ബ്ലോഗിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്, ടൈറ്റിലും കണ്ടന്റും. ഇപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, ബ്ലോഗ് ഡോട്ട് ടൈറ്റിൽ. ഇവിടെ ഇൻപുട്ട് ആയിട്ട് എടുത്ത ബ്ലോഗ്. ഈ കണ്ടന്റ് എന്ന് പറയുന്നതോ ആ ബ്ലോഗിന്റെ കണ്ടന്റ്, ബ്ലോഗ് ഡോട്ട് കണ്ടന്റ്.
ഇങ്ങനെ കൊടുത്തു നോക്കാം കേട്ടോ. നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. npm run dev കൊടുക്കാം. ഇവിടെ കണ്ടോ, നമ്മൾ തുറന്നു വന്ന സമയത്ത് നമ്മൾ ഓരോ ബ്ലോഗും കറസ്പോണ്ടിങ് ആയിട്ട് കമ്പണന്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്താ സംഭവിച്ചേ? ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ബ്ലോഗ്സ് കണ്ട ഒരു അറേ ഉണ്ടായിരുന്നു. ഈ അറയുള്ള ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കുള്ള ഒരു ബ്ലോഗ് എന്നുള്ള കമ്പണന്റ് കാണിക്കണം. അത് നമ്മൾ എന്ത് ചെയ്തു? മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. മാപ്പ് ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഒരു അറേനെ വേറെ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ബ്ലോഗ്സ് ഡോട്ട് മാപ്പ് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കൊടുത്തു. ഈ ഫംഗ്ഷനുള്ളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ബ്ലോഗിന് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ എന്താ തരുന്നത്? ഒരു ബ്ലോഗ് എന്നുള്ള കമ്പണന്റ്. ആ ബ്ലോഗിന്റെ ടൈറ്റിൽ ഇവിടെ ബ്ലോഗിന്റെ ടൈറ്റിൽ എന്നാണ് അതും, ആ ബ്ലോഗിന്റെ കണ്ടന്റ് ഇവിടെ ബ്ലോഗിന്റെ കണ്ടന്റ് എന്നാണ് അതുമായിട്ടാണ് തരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെടുത്തിട്ട് ഇതിൻ്റെ കമ്പണൻസ് ഉള്ള ഫോൾഡർ ആക്കിയിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. കമ്പോണൻസ് എന്ന് കൊടുക്കാം. അതിനകത്ത് ബ്ലോഗ് ഡോട്ട് JSX ആക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ ഫംഗ്ഷൻ എല്ലാം മാറ്റിയിട്ട് എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ ആക്കണം. എന്നാലേ നമുക്ക് പുറത്തേക്ക് ഇതിനെ കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ എന്നിട്ട് മതി ബ്ലോഗ് ഓട്ടോ കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കമ്പണൻസിന് ഇമ്പോർട്ട് ആയിക്കോളും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ ബേസിക്കലി അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്തൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒരു അറേ ഉണ്ടായിരുന്നു. ഈ അറേയിലുള്ള ഓരോ എലമെന്റിന് ഓരോ ഒബ്ജക്റ്റ് ആണ്. ഈ ഓരോ ഒബ്ജക്റ്റിനെ നമ്മൾ എടുത്തിട്ട് മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓരോ ബ്ലോഗിനെ ഇങ്ങോട്ട് എടുക്കുക. ഈ ബ്ലോഗിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഔട്ട്പുട്ട് ആയിട്ട് എന്താ കൊടുക്കുക? ഒരു ബ്ലോഗ് എന്നുള്ള കമ്പണന്റ് ആണ്. കമ്പണന്റിന്റെ രണ്ട് പ്രോപ്പർട്ടി ഉള്ള ടൈറ്റിലും കണ്ടന്റും. അപ്പോൾ ഇത് നമ്മൾ റിയാക്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആട്ടോ ഈ മാപ്പ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ചെയ്ത് നോക്കുക, സാധനം എത്തിക്കോളൂ കേട്ടോ.